2024 പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലേ? ആ ഉപതെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടിയ ഒരു പിമ്പ്, ഒരു പൊളിറ്റിക്കൽ പിമ്പ്. ആ പൊളിറ്റിക്കൽ പിമ്പ് മറുകണ്ഠം ചാടിയെന്ന് മാത്രമല്ല, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് സതീശിനെയും അതുപോലെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തെറി വിളിക്കുകയായിരുന്നു. അങ്ങനെ തെറി വിളിച്ചുകൊണ്ടേയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, റിസൾട്ടും വന്നു. 8 നിലയിൽ ആ പിമ്പ് പാലക്കാട്ട് പൊട്ടി. 18,000 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് വിജയിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ അത്രയും തെറി വിളിച്ചതിന് പി സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പ്രാന്തന് പിണറായി വിജയൻ ഒരു കസേര നൽകി. മാസം 80,000 രൂപ ശമ്പളമുള്ള ഒരു കസേര. അതിനു വേണ്ടിയിട്ട് ഒരു ഓഫീസ് തുറന്നു. വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ഓഫീസ്. എന്തിനായിരുന്നു വിജ്ഞാന കേരളം എന്ന് പറയുന്ന തട്ടിക്കൂട്ട് ഓഫീസ് തുറന്നത്? അത് ഈ പി സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പരിൻ എന്ന് പറയുന്ന പിരാന്തൻ, ആ പിരാന്തനെ ഒരു കസേരയിൽ ഇരുത്താൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് ഓഫീസ് തുറന്നു. അതല്ലെങ്കിലും പിണറായി വിജയൻ്റെ എല്ലാം തട്ടിക്കൂട്ടാണല്ലോ. എന്തിന്? സ്വന്തം മകൾക്ക് പോലും അമ്മയുടെ പെൻഷൻ കാശിലിട്ട കമ്പനി പോലും തട്ടിക്കൂട്ട് കമ്പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഷെൽ കമ്പനിയായിരുന്നു, ഒരു കടലാസ് കമ്പനി. ആ കടലാസ് കമ്പനിയിലേക്കാണ് കോടിക്കണക്കിന് രൂപ പലയിടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത്. അപ്പം അതുപോലെ പി സരിന് ഒരു 80,000 രൂപയുടെ ജോലി നൽകാൻ വേണ്ടി ഒരു കസേര, ഒരു ജോലിയുമില്ല, വെറുതെ മാസം ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കസേര വേണമല്ലോ, വെറുതെ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന സരിൻ എന്ന് പറയുന്ന പിരാരിയിലെ ഭ്രാന്തന് ഒരു കസേര കൊടുക്കാൻ വേണ്ടിയിട്ട് വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് ഓഫീസ് തുറന്നിട്ട് ഒരു കസേര ഉണ്ടാക്കിയിട്ട് അതിൽ വാഴിച്ചു. 80,000 രൂപ നികുതി പണത്തിൽ നിന്ന് മാസം ശമ്പളം. ബേസിക് പേ ആണ് 80,000. മറ്റുള്ള അലവൻസുകളും മറ്റുള്ളതും ഒക്കെ അതിന് പുറമെ. അപ്പോൾ 1,00,000 രൂപയുടെ ശമ്പളമുള്ള ഒരു കസേരക്ക് വേണ്ടി ഒരു ആപ്പീസ് തുറന്ന് അതിൽ സരിനെ വാഴിച്ചു. ഇപ്പം എന്തുണ്ടായി എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാകുക. നീ കുറേ നേരമായല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് പറയണോടോ? ഈ പറയുന്ന പൊളിറ്റിക്കൽ ചെറ്റയുടെ കാര്യത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം. അതങ്ങനെ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനത് വീണ്ടും ആവർത്തിക്കും. മനസ്സിലായില്ലേ? കാരണം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പിമ്പ്, ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ്, അതാണ് ഈ പറയുന്ന പി സരിൻ എന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരൻ. ഇപ്പം എന്തുണ്ടായി എന്നല്ല നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. നീ അതങ്ങോട്ട് പറഞ്ഞ് തൊലക്ക് എന്നല്ല നിങ്ങൾ പറയുന്നത്. യെസ്, പറയാൻ തന്നെയാണ്. കാരണം എനിക്ക് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനോടുള്ള എൻ്റെ എന്താ പറയേണ്ടത്, ആ ഒരു അനിഷ്ടമുണ്ടല്ലോ, അത് അത്രത്തോളമാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം സതീശൻ ചുരുട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ദിങ്ങനെ നാക്കിയിട്ട് എന്ന് തുപ്പിയിട്ട് ഒരൊറ്റ ഏറ് വിജ്ഞാന കേരളം അടച്ച് പൂട്ടി. പിണറായി വിജയൻ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ VD സതീശനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തെറി വിളിച്ചതിനും തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാറിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ നിന്ന് എല്ലാ ചരടുകൾ വലിച്ചതിനും ഒരു പ്രത്യുപകാരമായിട്ട് വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു അവിടെ ഉണ്ടായ ഒരു പ്രത്യേക റൂം തുറന്നിട്ട് അവിടെ എന്താക്കി, ഇവനെ നിയമിച്ചു. സതീശൻ അത് ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടു, പൂട്ടി, മണിച്ചർത്തത്തായിട്ട് പൂട്ടി. അവിടെ പിണറായി വിജയൻ വാഴിച്ച എല്ലാ എണ്ണത്തിനെയും
പിടിച്ച് പുറത്തിറക്കി ചെലക്കാതെ പോടോ, ഓടടാ ഓട്ടം എന്നുള്ള രീതിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിന് ഇനി മുതൽ ഈ ശമ്പളം കിട്ടില്ല. കൃത്യമാണല്ലോ, വളരെ വ്യക്തമാണല്ലോ. ഇനി എന്തെങ്കിലും ബോധ്യപ്പെടാനുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ വിജ്ഞാന കേരളം എന്ന് പറയുന്ന സംഭവം പൂട്ടി പി സരിനെ അടക്കം അടിച്ച് മൂളക്കിരുത്തി. മനസ്സിലായില്ലേ? എന്തിനാണ് വിജ്ഞാന കേരളത്തിന് പൂട്ടിട്ട് എല്ലാ ജീവനക്കാരെയും പുറത്താക്കി? അതിൽ ഈ പറയുന്ന പി സരിൻ പെടും. പി സരിനെ പെടുത്തി. അങ്ങനെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി നക്കണ്ട. ഒരു പണിയുണ്ടായിരുന്നില്ല. വെറുതെ ഇരിക്കുക, ശമ്പളം വാങ്ങുക, നക്കുക. വെറുതെ ഇരിക്കുക, ശമ്പളം വാങ്ങുക, നക്കുക. അത് ആ ചാപ്റ്റർ സതീശൻ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇനി പൊതുഖജനാവിൽ നിന്ന് അങ്ങനെ ശമ്പളം വാങ്ങണ്ട എന്നുള്ളത് തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങോട്ട് ശുഭാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയൊക്കെ പറയാനുള്ള കാരണം. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അത് ചില്ലറ സന്തോഷമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഒരു സിവിൽ സർവീസ് IAS അല്ല IFS അല്ലേ, ഒരു ഇൻ്റലിജൻ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് കരുതി അത് ഉപേക്ഷിച്ച് വന്ന ഒരു വ്യക്തിയെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അക്കമഡേറ്റ് ചെയ്യുക അല്ലേ? എന്നിട്ട് സ്ഥാനമാനങ്ങൾ നൽകുകയാണ്, കസേരകൾ നൽകുകയാണ്. പോരാത്തതിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാരമ്പര്യവും ഇല്ലാതിരുന്ന ഈ പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിന് ഒറ്റപ്പാലത്ത് മത്സരിക്കുവാനുള്ള സീറ്റും നൽകി. പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും മുന്നണിയും എല്ലാവരും ചേർന്ന് അഹോരാത്രം പണിയെടുത്തു. അങ്ങനെ ഒറ്റപ്പാലത്ത് സീറ്റും നൽകി മത്സരിപ്പിച്ചു. ആ പൊളിറ്റിക്കൽ പിമ്പ് 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി നിയമിച്ച ആ നിമിഷം മുതൽ പാലക്കാട്ടെ സീറ്റിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഈ പൊളിറ്റിക്കൽ പിമ്പ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇവൻ്റെ അച്ചി ഉണ്ടല്ലോ, ആ അച്ചി ഇവനോട് പറഞ്ഞു, നിങ്ങളൊരു MLA ആകണം, എനിക്ക് മന്ത്രി കൊച്ചമ്മയാവണം എന്നാണ് ആഗ്രഹം. അതിന് പറ്റിയില്ലെങ്കിലും MLA കൊച്ചമ്മയാകണം, നിങ്ങളൊരു MLA ആകണം. ഇവൻ പണി തുടങ്ങി. എപ്പം മുതലേ? പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ ഷാഫി കാലുകുത്തിയ നിമിഷം മുതൽ ഇവൻ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള പണി തുടങ്ങിക്കൊണ്ടേയിരുന്നു, പണി എടുത്തുകൊണ്ടേയിരുന്നു. കാരണം എന്താ? ഇവനിക്ക് ഉറപ്പായിരുന്നു ഷാഫി വടകരയിൽ വിജയിക്കും. ഷാഫി വിജയിക്കുമെന്ന് മാത്രമല്ല, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ ആ ഷാഫി പറമ്പിൽ തന്നെ പണിയെടുത്ത് വിജയിപ്പിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ. ആരായിരുന്നാലും ഷാഫി മുന്നിൽ നിന്ന് പണിയെടുത്ത് വിജയിപ്പിക്കുമെന്നുള്ളത് ഈ പൊളിറ്റിക്കൽ പിമ്പിന് ഉറപ്പായിരുന്നു. അപ്പോൾ ഇവനിക്കറിയാം തൻ്റെ കപ്പാസിറ്റിയോ തൻ്റെ സ്വീകാര്യതയോ ഒന്നും പ്രശ്നമല്ല. ഷാഫി മുന്നിൽ നിന്ന് പണിയെടുക്കും, പാലക്കാട്ട് ആരാണെങ്കിലും മത്സരിച്ചാൽ വിജയിക്കും എന്നുള്ളത് പിന്നെ ഉറപ്പായിരുന്നു. ആ ഉറപ്പിന്മേലാണ് ഇവൻ ആ കസേരയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കളികളും കളിച്ചു. എന്തിന്? ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ആ ചൊവ്വാഴ്ച ദിവസം, അതിൻ്റെ തലേ ദിവസം തിങ്കളാഴ്ച രാത്രി അർദ്ധരാത്രി വരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ കാലിൽ വീണവൻ പറഞ്ഞു എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അവർ യെസ്സും നോയും പറഞ്ഞില്ല. അവരെന്ത് ചെയ്തു? അവർ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ചൊവ്വാഴ്ച ഒരു പ്രഖ്യാപനം നടത്തി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന്. ഉടനടി പാലക്കാട്ട് പത്രസമ്മേളനം വിളിക്കുന്നു. ഈ പിമ്പ് VD സതീശിനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൻ്റെ തലേ ദിവസം വരെ കോൺഗ്രസ് ആഫീസിൽ കയറി നിരങ്ങി കാല് നക്കിയവനാ.
അതുവരെ ഉണ്ടാകാത്ത പ്രശ്നം സ്ഥാനാർത്ഥിയാക്കിയില്ലെന്ന് കണ്ടപ്പോൾ ഇവൻ അപ്പുറത്ത് മറന്നു ചാടി, പത്രസമ്മേളനം നടത്തി, ഇവൻ മറുകണ്ഠം ചാടി. എന്തായിരുന്നു കാരണം? പാർട്ടി മാറാനും കോൺഗ്രസ് വിടാനും ഉണ്ടായ കാരണം എന്താ? പ്രത്യയശാസ്ത്രം, ആദർശം, രാഷ്ട്രീയം, എനിത്തിങ്, നത്തിങ്. കസേര മാത്രമായിരുന്നു കാരണം. സീറ്റ് നൽകിയില്ല എന്ന കാരണത്താൽ മറുകണ്ഠം ചാടി. പാലക്കാടായിരുന്നു മത്സരം. ഷാഫിയുടെ തട്ടക. ഷാഫി പണിയങ്ങെടുത്തു. പാലക്കാടിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറി. പല രീതിയിൽ പല വിവാദങ്ങളും പലതും നടത്തി. നോ വേ. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായേ? CPM ഇവന് കൊടുത്തു, കസേര കൊടുത്തു. അത് ഈ പറയുന്ന വിജ്ഞാന കേരളത്തിൽ ഒരു കസേര കൊടുത്തു. 80,000 രൂപ ബേസിക് പേ ഉള്ള ഒരു കസേര. മാസം മാസം ഖജനാവിൽ നിന്ന് 80,000 രൂപ ബേസിക്കാണ്. അപ്പോൾ അത് കൊടുത്തെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് പറ്റൂലായിരുന്നു, റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ? പിണറായി വിജയനെ അറിയാം, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള 5 വർഷം നടക്കാൻ പോകുന്നത് താൻ കഴിഞ്ഞ 10 വർഷം ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ ഓരോന്നായി കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് പിണറായി വിജയൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്താക്കി? നേരെ ഇവനെ ആ കസേരയിലിരുത്തി. സീറ്റ് നൽകിയില്ല, മത്സരിപ്പിച്ചില്ല. 2026 എവിടെയും മത്സരിപ്പിച്ചില്ല, ഒരു സീറ്റും നൽകിയില്ല. ഇവൻ കുറേ സീറ്റ് ആവശ്യപ്പെട്ടു. പാലക്കാട് മത്സരിക്കാനില്ല എന്ന് ഇവൻ പറഞ്ഞു. പക്ഷെ പാലക്കാട് ജില്ലയിലെ മറ്റു പല സീറ്റുകളും ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ കൊടുത്തില്ല. കാരണം എന്താ? പിണറായി വിജയൻ അറിയാം, ഇതൊരു ഡു ഓർ ഡൈ മത്സരമാണ്. ഇവനെ ഒന്നും മത്സരിപ്പിച്ചാൽ വിജയിക്കില്ല എന്നുള്ളതും പിണറായി വിജയന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ കൊടുത്തില്ല. എന്നിട്ടും 8 നിലയിൽ പൊട്ടി. അത് മറ്റൊരു കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയനൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നല്ലോ, ഒരു കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരർത്ഥത്തിലും ഇവൻ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവനെ മത്സരിപ്പിക്കാതിരുന്നത്. എന്താണെങ്കിലും പണി നല്ല 8ൻ്റെ പണിയാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊതുഖജനാവിൽ നിന്നുള്ള പണം, ശമ്പളം വാങ്ങണ്ട, ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇരുന്ന് തിന്നാനായിട്ടൊരു ശമ്പളവും വാങ്ങണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന് പുറത്ത് ഈ വിജ്ഞാന കേരളം എന്ന് പറയുന്ന സംഭവം പൊളിച്ചെഴുതി പൂട്ടിട്ട് സതീശൻ. പൂട്ടിട്ട് എന്ന് മാത്രമല്ല, ആദ്യം ചവിട്ടി പുറത്താക്കിയത് ഈ പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് പി സരിൻ എന്ന് പറയുന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരനെയാണ്. ചവിട്ടി പുറത്താക്കി, അത്ര തന്നെ. ഇനി അതിൽ നിനക്കൊരു സാധനവുമില്ല, ഒരു സ്ഥാനവുമില്ല, ഒന്നുമില്ല. പിടിച്ച് പുറത്തേക്കിട്ടു. വെരി സിമ്പിൾ. വളരെ കൃത്യമായ നടപടികൾ സതീശനെടുത്തു. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിരായിരി എല്ലാ അർത്ഥത്തിലും എണ്ണിക്കഴിഞ്ഞു. ഇപ്പോൾ ഖത്തം ടാറ്റ ബൈ ബൈ, തീർന്നു, ശുഭം, കഥ തീർന്നു എന്നുള്ളതാണ്.